നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ് നിക്കോള ടെസ്ലയുടേത്. ഇൻട്രോവേർട്ട് ആയിരുന്ന, സാമ്പത്തികമായും മാനസികമായും കുറേയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു ജീനിയസ്. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ആധുനിക ലോകത്തിന് തന്നെ മാറ്റിമറിച്ചു. നിസ്വാർത്ഥനായി പണവും പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കാതെ ലോകത്തിന് നന്മ മാത്രം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു പാവ മനുഷ്യൻ. ഇങ്ങനെ കണ്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന ടെസ്ലയുടെ ജീവിതത്തിലേക്ക് ഒരു ഇടുത്തി പോലെ എഡിസൺ വന്നു വീഴുകയാണ്. അറുത്ത് കൈക്ക് ഉപ്പത് വെക്കാത്ത ക്രൂരനായ ഒരു ബിസിനസ്സുകാരൻ. ബാക്കിയുള്ളവരുടെ കണ്ടുപിടുത്തങ്ങൾ കട്ടുകൊണ്ടുപോയി സ്വന്തം കണ്ടുപിടുത്തങ്ങളായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് അത് വിറ്റ് കാശാക്കുന്ന ഒരു ബൂർഷ്വാ മൂരാച്ചി. തന്റെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടിയും പിന്നെ വെറും അസൂയ കൊണ്ടും എഡിസൺ ടെസ്ലയെ വേട്ടയാടി. ഈ വേട്ടയാടലുകൾക്കൊടുവിൽ സമ്പത്തും സൽപ്പേരും കണ്ടുപിടുത്തങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ടെസ്ല നിർധനനായി നിരാലംബനായി ഒറ്റയ്ക്ക് ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ചു വീഴാനുണ്ടായത്. ടെസ്ലയും എഡിസണും തമ്മിൽ നടന്ന ഈ ഘോര യുദ്ധത്തിനെ പിന്നീട് വന്ന ആളുകൾ വാർ ഓഫ് കറൻസ് എന്ന് വിശേഷിപ്പിച്ചു. തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ടെസ്ലയെ തോൽപ്പിക്കാനായി എഡിസൺ ശ്രമിച്ചെങ്കിലും വാർ ഓഫ് കറൻസിൽ ഒടുവിൽ ടെസ്ല ജയിച്ചു. എഡിസന്റെ DC-യെ തള്ളിക്കൊണ്ട് ലോകം ടെസ്ലയുടെ AC-യുടെ വഴിയെ നീങ്ങി. കാലത്തിന്റെ കാവ്യനീതി. ആഹാ ആഹാ. ഈ കഥ നമ്മളെല്ലാവരും കേട്ട് കാണും. ഈവൻ ഫിസിക്സിലും ടെസ്ലയിലും ഒന്നും യാതൊരു താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും. കാരണം അത്രയും അധികം നമ്മുടെ കൾച്ചറൽ കോൺഷ്യസ്നെസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു കഥയാണ്. ഇതൊരു അണ്ടർഡോഗ് ജീനിയസിന്റെ കഥയാണ്. ഒന്നുമില്ലാതെ ഉയർന്നു വന്ന ഒരു സാധാരണക്കാരൻ ഒരു സൂപ്പർ റിച്ച് ബില്യണയറിനെ വെല്ലുവിളിക്കുന്നു. അവർ തമ്മിൽ ജീനിയസുകളുടെ ഒരു ബാറ്റിൽ നടക്കുന്നു. കുറേയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നെങ്കിലും ഒടുവിൽ ആ സാധാരണക്കാരൻ വിജയിച്ചു വരുന്നു. ലോകം അവനെ അംഗീകരിക്കുന്നു. ഒരു തമിഴ് പടം സ്റ്റൈലാണ്. പക്ഷേ ഈ കഥയിൽ ചില കുഴപ്പങ്ങളുണ്ട്. അതെന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് ടെസ്ലയുടെ ഓട്ടോബയോഗ്രഫി അഥവാ ആത്മകഥ ഒന്നെടുത്ത് നോക്കാം. 1919 പബ്ലിഷ് ചെയ്ത മൈ ഇൻവെൻഷൻസ് എന്ന ടൈറ്റിലുള്ള പുസ്തകത്തിന്റെ 71ാമത്തെ പേജിൽ ടെസ്ല പറയുന്നു, The meeting with Edison was a memorable event in my life. I was amazed at this wonderful man who, without any early advantages and scientific training, had accomplished so much. അതായത് എഡിസണുമായിട്ടുള്ള കൂടിക്കാഴ്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത നിമിഷങ്ങളിലൊന്നായിരുന്നു. ഏർലി അഡ്വാൻറ്റേജുകളൊന്നും ഇല്ലാതെ, സയന്റിഫിക് ട്രെയിനിങ് പോലും ഇല്ലാതെ ഇത്രയും അധികം കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്ത ആ വ്യക്തിയോട് എനിക്ക് അത്രയും ബഹുമാനം തോന്നി. ഇത് ടെസ്ലയുടെ വാക്കുകളാണ്. അതെങ്ങനെ ശരിയാകും? ടെസ്ല തൻ്റെ ജീവിതം നശിപ്പിച്ച തൻ്റെ കണ്ടുപിടുത്തങ്ങളും അക്കംപ്ലിഷ്മെന്റ്സും കട്ടുകൊണ്ടുപോയി സ്വന്തം ലാഭത്തിനായി ഉപയോഗിച്ച എഡിസനെ എങ്ങനെയാണ് സ്വന്തം ആത്മകഥയിൽ ഇങ്ങനെ പൊഴുത്തുന്നത്? ഇതേ ആത്മകഥയുടെ മുമ്പത്തെയും പിന്നത്തെയും പേജുകളിലൊക്കെ തന്നെ തൻ്റെ കണ്ടുപിടുത്തങ്ങളെ സംശയത്തോടു കൂടി കണ്ട ആളുകളെ പോലും വളരെ രൂക്ഷമായി ടെസ്ല വിമർശിക്കുന്നുണ്ട്. ഈവൻ നികൃഷ്ട ജീവികൾ എന്നൊക്കെ വിളിക്കാവുന്ന ഭാഷ ഉപയോഗിച്ചു പോലും. അപ്പോൾ ടെസ്ലയ്ക്ക് തൻ്റെ കണ്ടുപിടുത്തങ്ങൾക്കെതിരെ നിന്ന ആളുകളോട് തീരാത്ത ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ദേഷ്യമൊന്നും എഡിസണോട് ടെസ്ല തീർക്കുന്നില്ല. മാത്രമല്ല 1939 ഒക്ടോബർ 17 എഡിസൺ മരിക്കുന്ന സമയത്ത് ടൈംസ് ഓഫ് ന്യൂയോർക്കിൽ ടെസ്ല എഡിസന് വേണ്ടി ഒരു യൂളജി എഴുതുന്നുണ്ട്, അതായത് ഒരു മരണക്കുറിപ്പ് എഴുതുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എഡിസൺ വാസ് ബൈ ഫാർ ദി മോസ്റ്റ് സക്സസ്ഫുൾ ആൻഡ് പ്രോബബ്ലി ദി ലാസ്റ്റ് എക്സ്പൊണന്റ് ഓഫ് പ്യൂർലി എംപിരിക്കൽ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. അതായത് എംപിരിക്കൽ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഉസ്താദായിരുന്നു എഡിസൺ എന്നാണ് ടെസ്ല എഴുതുന്നത്. എക്സ്പെരിമെന്റുകൾ നടത്തി അതിൽ നിന്ന് ഡയറക്റ്റ് ഇൻഫറൻസ് എടുക്കുന്നത്, അതായത് തിയറട്ടിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻസിലൊന്നും പോവാതെ എക്സ്പെരിമെന്റിൽ നിന്ന് മാത്രം ഇൻഫറൻസുകൾ എടുക്കുന്ന ആ ഒരു മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷനെയാണ് നമ്മൾ എംപിരിക്കൽ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. എംപിരിക്കൽ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസിൽ എഡിസണോളം അക്കംപ്ലിഷ് ചെയ്ത മറ്റൊരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് ടെസ്ല എഴുതുന്നത്. ടെസ്ല അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്, അദ്ദേഹം കുറച്ചും കൂടി തിയറി പഠിച്ചിരുന്നെങ്കിൽ കുറേയധികം കഷ്ടപ്പാടുകൾ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും തന്നെ പോലുള്ള നിസ്വാർത്ഥരായിട്ടുള്ള സയന്റിസ്റ്റുകളുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എഡിസൺ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നെങ്കിൽ ടെസ്ല ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്ലയുടെയും എഡിസന്റെയും പേരിൽ കറങ്ങി നടക്കുന്ന ഭൂരിഭാഗം സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പച്ചക്കള്ളാണ്. അതായത് ടെസ്ലയാണ് കറണ്ട് കണ്ടുപിടിച്ചത് എന്ന് മുതൽ ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കുന്ന കറണ്ട് വാഴ്സ് വരെ ഏതർ അസത്യങ്ങളോ അർദ്ധസത്യങ്ങളോ ആണ്. ഇത് ഒരാൾ പറഞ്ഞ് മറ്റേയാൾ കേട്ട് വേറെ ഒരാളോട് പറഞ്ഞ് അവിടെ എഴുതി വെച്ച് ഇവിടെ വായിച്ച് അങ്ങനെ ബിൽഡ് ചെയ്ത് അർബൻ ലെജൻഡുകളും മിത്തുകളുമായി ഡെവലപ്പ് ചെയ്യുന്നു. ഈ മിത്തുകളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ സീരീസിന്റെ ലക്ഷ്യം. ക്ലെയിം 1: ടെസ്ല ഇൻവെന്റഡ് ഇലക്ട്രിസിറ്റി. ടെസ്ലയാണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത്. കുറച്ചെങ്കിലും ബോധമുള്ളവർ ഈ ക്ലെയിം വിശ്വസിക്കുന്നു ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതേപോലെ കുറേ ഐറ്റങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി കിടക്കുന്നുണ്ട്, ഫേസ്ബുക്കിലും വാട്സപ്പിലായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ പൊതുവെ ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും പഠിക്കാത്ത ചില ചരിത്രങ്ങൾ പറഞ്ഞു പോകാനായിട്ടൊരു അവസരമായിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ ക്ലെയിമിൽ നിന്ന് തുടങ്ങാം. ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു നാച്ചുറൽ ഫിനോമിനയാണ്. യൂണിവേഴ്സ് ഉണ്ടായ അന്ന് മുതലേ തന്നെ ഇലക്ട്രോണുകളുണ്ട്. ഇലക്ട്രോണുകളുടെ മോഷനെയാണ് നമ്മൾ പൊതുവെ ഇലക്ട്രിസിറ്റി എന്ന് പറയാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ്, ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ്, പ്രപഞ്ചം ഉണ്ടായ ആ സമയം മുതലേ തന്നെ ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഭൂമിയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി പലതരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള കാര്യം ഇടിമിന്നലാണ്. നമ്മുടെ പൂർവികർ ഇടിമിന്നൽ പോലൊരു പ്രതിഭാസം ഉണ്ടാക്കിയിരിക്കാവുന്ന അമ്പരപ്പും അത്ഭുതമൊന്നും ചെറുതായിരിക്കില്ല.
അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഭൂരിഭാഗം ഏൻഷ്യൻ സിവിലൈസേഷൻസിനെയും ദൈവങ്ങളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ദൈവം ഇഡിമിനലായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ദൈവമായിരിക്കും. ഇന്ത്യയിലെ ഇന്ദ്രൻ, ഗ്രീക്കിലെ സിയൂസ്, നോർസ് മിത്തോളജിയിലെ തോർ, അങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. ഇഡിമിനൽ അല്ലാതെ ഇലക്ട്രിസിറ്റി ഒരു നാച്ചുറൽ ഫിനോമിനയായിട്ട് വരുന്നത് ബയോ ഇലക്ട്രിസിറ്റിയിലാണ്. 2500 വർഷങ്ങൾക്ക് മുന്നേ തന്നെ എഴുതപ്പെട്ട നൈൽ നദിയിലെ ഇലക്ട്രിക് മത്സ്യങ്ങളെക്കുറിച്ചുള്ള കുറിപ്പുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. ആദ്യത്തെ ഗ്രീക്ക് ഫിലോസഫറായിട്ട് പൊതുവെ കണക്കാക്കപ്പെടുന്ന തെയ്ലീസ് ഓഫ് മിലേറ്റസ് തന്നെ 600 BC-യിൽ ആംബറിന്റെ ചില പ്രത്യേക അട്രാക്റ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആംബർ എന്ന് പറഞ്ഞാൽ ഈ മരത്തിൽ നിന്ന് വരുന്ന കറയാണ്. അതിങ്ങനെ കട്ട പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുന്തിരിക്കുമ്പോൾ ഒരു വസ്തു കിട്ടും. അത് രോമത്തിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പിന്നെ തൂവലുകളെയോ അല്ലെങ്കിൽ തുണിയുടെ നാരുകൾ പോലുള്ള ലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങളെ അട്രാക്ട് ചെയ്യാൻ പറ്റും എന്ന് തെയ്ലീസ് ഓഫ് മിലേറ്റസ് അന്ന് തന്നെ പറയുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നതിന് തെയ്ലീസും അതിനുശേഷം വന്ന അരിസ്റ്റോട്ടിലും അതിനുശേഷം വന്ന പല ഗ്രീക്ക് ഫിലോസഫേഴ്സും ഉത്തരം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഉത്തരങ്ങളൊന്നും തന്നെ സയന്റിഫിക് ആയിരുന്നില്ല. അതിനവരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം അവരുടെ കാലഘട്ടത്തിൽ സയന്റിഫിക് മെത്തഡോളജി ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അൺസയന്റിഫിക് എന്ന് പറയുന്നതിനേക്കാളും അവരുടെ ഉത്തരങ്ങൾ പ്രീ സയന്റിഫിക് ആയിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷേ ആദ്യമായി ആരാണ് സയന്റിഫിക് മെത്തഡോളജിയുടെ ഇലക്ട്രിസിറ്റിയെ പഠിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാനായിട്ട് 17ാം നൂറ്റാണ്ടിലേക്ക് പോകേണ്ടി വരും. 1600-ൽ ഇംഗ്ലീഷ് ഫിലോസഫറും ഫിസിസ്റ്റുമായിരുന്ന വില്യം ഗിൽബർട്ട് തന്റെ ഡി മാഗ്നറ്റെ എന്ന പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ മുഴുവൻ പേര് ഡെ മാഗ്നറ്റെ മാഗ്നറ്റീഷ് കോർപ്പോർബിയസ് എറ്റ് ഡെ മാഗ്നോ മാഗ്നീറ്റ് ടെലൂറെ എന്നാണ്. ഓൺ ദി മാഗ്നറ്റ് ആൻഡ് മാഗ്നറ്റിക് ബോഡീസ് ആൻഡ് ഓൺ ദാറ്റ് ഗ്രേറ്റ് മാഗ്നറ്റ് ദി എർത്ത്. ഏർലി സയന്റിഫിക് ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളൊന്നാണ് ഇത്. ഈ പുസ്തകത്തിന്റെ സെൻട്രൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് അതിന്റെ ടൈറ്റിൽ തന്നെ വിസിബിൾ ആണ്, ദി ഗ്രേറ്റ് മാഗ്നറ്റ് ദി എർത്ത്. അതായത് ഭൂമി ഒരു ജയന്റ് മാഗ്നറ്റ് ആണ്. ഭൂമിക്ക് അതിൻ്റെതായ ഒരു കാന്തിക ആകർഷണമുണ്ട്. ഈ കാന്തിക ആകർഷണം ഉള്ളതുകൊണ്ടാണ് ഭൂമിയിലെ ബാക്കിയുള്ള എല്ലാ മാഗ്നറ്റിക് വസ്തുക്കളും വടക്ക് നോക്കി യന്ത്രങ്ങൾ ഉൾപ്പെടെ വടക്കോട്ട് നോക്കി നിൽക്കുന്നത്. ഇതാണ് ഗിൽബർട്ടിന്റെ സെൻട്രൽ തീസിസ്. ഇതുകൂടാതെ മറ്റു പല ഇൻട്രസ്റ്റിംഗ് ആർഗ്യുമെന്റുകളും ഗിൽബർട്ട് ഈ പുസ്തകത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. 1600-ൽ ഗിൽബർട്ട് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് പ്രപഞ്ചത്തിനെ കുറിച്ചുണ്ടായിരുന്ന ലീഡിംഗ് മോഡൽ ടോളമിയുടെ ജിയോസെൻട്രിക് മോഡലാണ്. അതായത് ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിന്റെ നടുക്ക്. ഭൂമിക്ക് ചുറ്റുമാണ് സൂര്യനും ചന്ദ്രനും ബാക്കിയുള്ള ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന നക്ഷത്രങ്ങളൊക്കെ തന്നെ ഒരു സെലസ്റ്റിയൽ സ്ഫിയറിൽ എംബഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ആ സ്ഫിയർ ആണ് ഭൂമിക്ക് ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനും ഒരു 60 വർഷം മുന്നേ തന്നെ കോപ്പർനിക്കസ് തന്റെ ഹീലിയോസെൻട്രിക് മോഡൽ അവതരിപ്പിച്ചിരുന്നെങ്കിലും അത് അത്ര പോപ്പുലർ ആയിരുന്നില്ല. ഇൻഫാക്ട് പെർസിക്യൂഷൻ പേടിച്ചുകൊണ്ട് തന്റെ മരണശേഷമാണ് കോപ്പർനിക്കസ് ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് പോലും. കോപ്പർനിക്കസിന്റെ ഹീലിയോസെൻട്രിക് മോഡലിനെ ഔട്ട്റൈറ്റ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ടോളമിയുടെ ഈ ജിയോസെൻട്രിക് മോഡൽ, പ്രത്യേകിച്ച് ഈ സെലസ്റ്റിയൽ സ്ഫിയർ മോഡൽ അത്ര ശരിയല്ല, അത് ഒബ്സർവേഷൻസുമായിട്ട് ചേർന്ന് പോകുന്നതല്ല എന്ന് ഗിൽബർട്ട് ഈ പുസ്തകത്തിൽ വാദിക്കുന്നുണ്ട്. ടു ബ്രിങ് സം കോണ്ടെക്സ്റ്റ്, ഇത് നടക്കുന്ന 1600-ലാണ്. 1543-ലാണ് കോപ്പർനിക്കസ് തന്റെ ഓൺ ദി റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്ഫിയേഴ്സ് എന്ന ട്രീറ്റിസ് പബ്ലിഷ് ചെയ്യുന്നത്. 1609-നും 19-നും ഇടയിലാണ് കെപ്ലർ തന്റെ പ്ലാനറ്ററി മോഷൻസിന്റെ ലോസ് ഡിറൈവ് ചെയ്യുന്നത്. അതിനും 10 വർഷങ്ങൾക്ക് ശേഷം 1632-ലാണ് ഗലീലിയോ തന്റെ ഡയലോഗ് കൺസേണിംഗ് ദി 2 ചീഫ് വേൾഡ് സിസ്റ്റംസ് എന്ന ട്രീറ്റിസ് എഴുതുന്നത്. അതിന്റെ പേരിൽ അന്ന് ജീവിച്ചിരുന്ന ലീഡിംഗ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളിൽ നിന്നും ഫിലോസഫേഴ്സിൽ നിന്നും കുറേയധികം പഴി ഗിൽബർട്ടിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും തന്നെ ഇലക്ട്രിസിറ്റി ആയിട്ട് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും കെപ്ലറിനെ പോലെയും ഗലീലിയോനെ പോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഫിസിസ്റ്റ് ആയിരുന്നു വില്യം ഗിൽബർട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ പറഞ്ഞത്. ഇനി ഇലക്ട്രിസിറ്റിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഡെ മാഗ്നറ്റയുടെ 2ാമത്തെ ചാപ്റ്ററിലാണ് ഗിൽബർട്ട് ആംബറിനെ കുറിച്ച് പറയുന്നത്. ഡെ മാഗ്നറ്റ് ഒരു നിയോ ലാറ്റിൻ പുസ്തകമാണ്. ആംബറിനെ ഇലക്ട്രോൺ എന്നാണ് പറയുക. അപ്പോൾ ആംബറിനെ പോലെ അട്രാക്റ്റീവ് പ്രോപ്പർട്ടീസ് ഉള്ള വസ്തുക്കളെ സൂചിപ്പിക്കാനായി ഗിൽബർട്ട് ഇലക്ട്രിക്കസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു. പിന്നീട് 1846-ൽ തോമസ് ബ്രൗൺ എന്ന പേരുള്ള ഒരു ഇംഗ്ലീഷ് പോളിമാത്ത് സ്യൂഡോഡോക്സിയ എപ്പിഡമിക്ക എന്നൊരു ഇംഗ്ലീഷ് പോപ്പുലർ സയൻസ് ബുക്ക് എഴുതുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ഗിൽബർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇലക്ട്രിസിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഇവിടെയാണ് ആദ്യമായി ഇലക്ട്രിസിറ്റി എന്ന പദം ഉപയോഗിക്കപ്പെടുന്നത്. ഈ തോമസ് ബ്രൗൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അദ്ദേഹമാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്ന പല ഇംഗ്ലീഷ് പദങ്ങളുടെയും ഉപജ്ഞാതാവ്. ഫോർ എക്സാമ്പിൾ ആംബിഡെക്സ്ട്രസ്, ഹലൂസിനേഷൻ, മെഡിക്കൽ എന്നിന് ടെക്നോളജി എന്ന വാക്ക് പോലും ആദ്യമായി ഉപയോഗിക്കപ്പെടുന്നത് തോമസ് ബ്രൗണിന്റെ ഈ സ്യൂഡോഡോക്സിയ എപ്പിഡമിക്ക എന്ന പുസ്തകത്തിലാണ്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആംബറിന്റെ അട്രാക്റ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് 600 വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിവിടെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഗിൽബർട്ട് ഇപ്പം എന്താണ് പുതിയതായിട്ട് ചെയ്തത് എന്നുള്ള ചോദ്യമാണെങ്കിൽ, ബാക്കിയുള്ളവരെ പോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഈ ആംബറിന് ബാക്കിയുള്ള വസ്തുക്കളെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത്, അതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സിന്റെ ഒറിജിൻ എന്താണ് എന്ന് ഗിൽബർട്ടും അന്വേഷിച്ചിരുന്നു. പിന്നെ അതിന് അദ്ദേഹത്തിൻ്റെതായ കുറച്ച് തിയറികളുണ്ടായിരുന്നു.
ഭൂമിയിലെ എല്ലാ വസ്തുക്കളും ഏതെങ്കിലും ഒരു മീഡിയം വഴിയായിരിക്കും ഇന്ററാക്ട് ചെയ്യുക. വെള്ളത്തിലെ 2 മത്സ്യങ്ങൾക്കിടയിൽ വെള്ളമായിരിക്കും മീഡിയം, 2 ആളുകൾക്കിടയിൽ എയർ ആയിരിക്കും മീഡിയം. അതുപോലെ ഈ ഇലക്ട്രിക് ഫോഴ്സും ഏതെങ്കിലും ഒരു മീഡിയം വഴിയായിരിക്കും പ്രവർത്തിക്കുക എന്ന് ഗിൽബർട്ട് കരുതിയത്. എന്നാൽ ആ മീഡിയം എയർ ആയിരിക്കില്ല എന്ന് ഗിൽബർട്ട് പറഞ്ഞു. അതിന് കാരണം എയർ പൊതുവെ ഒരു സ്കാറ്ററിങ് എഫക്റ്റാണ് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പുകയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പുക പടലങ്ങൾ എപ്പോഴും വികർഷിച്ചാണ് പോകാറ്. അത് തമ്മിൽ അട്രാക്ട് ചെയ്ത് വരുന്നത് വളരെ കുറവാണ്. പിന്നെ എയർ കുറച്ച് ഡെൻസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് അട്രാക്ഷന് കാരണമായിട്ട് ഡെൻസ് അല്ലാത്ത, സ്കാറ്ററിങ് എഫക്റ്റ് ഉണ്ടാക്കാത്ത വേറെ എന്തോ ഒരു മീഡിയം ആയിരിക്കണം. അങ്ങനൊരു മീഡിയം എല്ലാ ഇലക്ട്രിക് വസ്തുക്കളിൽ നിന്നും ഇങ്ങനെ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഗിൽബർട്ട് പറഞ്ഞു. ഈ ഇലക്ട്രിക് ബോഡിയുടെ വിസിനിറ്റിയിൽ നിൽക്കുന്ന ബാക്കിയുള്ള വസ്തുക്കളെ അട്രാക്ട് ചെയ്യുന്നതിൽ ഈ മീഡിയം ഒരു പങ്കുവഹിക്കുന്നു. ഇതായിരുന്നു ഗിൽബർട്ടിന്റെ തിയറി. പിന്നീട് അങ്ങോട്ടൊരു 150 വർഷത്തേക്ക് ഇലക്ട്രിക് ഫോഴ്സ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ലീഡിംഗ് തിയറി ഇതായിരുന്നു. ഇന്ന് നമ്മൾ അംഗീകരിക്കുന്ന മാക്സ്വെല്ലിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുടെ ചില ചായകൾ ഗിൽബർട്ടിന്റെ ഈ തിയറിയിൽ നിങ്ങൾ കണ്ടാലും തെറ്റു പറയാൻ സാധിക്കില്ല. ഇതായിരുന്നു തിയറി ഓഫ് ഇലക്ട്രിസിറ്റിയിൽ ഗിൽബർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ഗിൽബർട്ടാണ് ഇലക്ട്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്, അതായത് ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ്. അതൊരു അൺമാഗ്നറ്റൈസ്ഡ് കോമ്പസ് പോലത്തെ ഒരു വസ്തുവായിരുന്നു, ഒരു നീഡിൽ. അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇലക്ട്രിക്കലി ചാർജ് ആയിട്ടൊരു വസ്തു വെക്കുകയാണെങ്കിൽ ആ നീഡിൽ അതിന് നേരെ തിരിയും. ഇതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോസ്കോപ്പ്. 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ഇലക്ട്രിസിറ്റിയെക്കുറിച്ചും മാഗ്നറ്റിസത്തിനെക്കുറിച്ചും കുറേയധികം എക്സ്പെരിമെന്റുകളും ഇൻവെസ്റ്റിഗേഷൻസും നടന്നു. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ കൈറ്റ് എക്സ്പെരിമെന്റ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ എക്സ്പെരിമെന്റ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഡയറക്ട്ലി ചെയ്തതാണോ എന്നുള്ളതിനെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് ഫ്രാങ്ക്ലിനും അദ്ദേഹത്തിന്റെ കണ്ടംപററീസും നടത്തിയിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ കാര്യങ്ങൾ ഉഷാറാവുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടിയാണ്. അവിടെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ കേട്ട് പരിചയിച്ച പേരുകളൊക്കെ വരുന്നത്. വോൾട്ട, ഇർസ്റ്റഡ്, ആംപിയർ, ഓം, ഫാരഡേ, മാക്സ്വെൽ, ഹെവിസൈഡ്, ഗ്രഹാം ബെൽ, എഡിസൺ, വെസ്റ്റിംഗ് ഹൗസ് ആൻഡ് ഒടുവിൽ ഗിൽബർട്ടിനും 250 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ടെസ്ലയും. ഇപ്പം നിങ്ങളിൽ ചിലരെങ്കിലും സ്ക്രീനിൽ നോക്കിയിട്ട് പറയുന്നുണ്ടാവും, എടാ മണ്ട, ടെസ്ലയല്ല ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് നമുക്കറിയാം, പക്ഷേ ടെസ്ലയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC കണ്ടുപിടിച്ചത്. ഈ ക്ലെയിം ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സ്പോയിലർ അലേർട്ട്, അതും ഒരു മിത്ത് മാത്രമാണ്. പോലെ ഒരു മിനിറ്റ്. ടെസ്ലയും എഡിസണും തമ്മിലുള്ള ഈ ഘോര യുദ്ധത്തെ പിന്നീടുള്ള ആളുകൾ കറണ്ട് ഓഫ് വാഴ്സ് എന്ന് വിശേഷിപ്പിച്ചു. കറണ്ട് ഓഫ് കാര്യങ്ങൾ അക്കംപ്ലിഷ് 17-ാം പക്ഷെ അസൂയ